ഇന്ന് നമ്മൾ ഒരു ലേഖനമാണ് പഠിക്കാൻ പോകുന്നത്. സാഫ് സഫായി മേ അവൽ ഗാവ്. സാഫ് സഫായി എന്ന് പറഞ്ഞാൽ വൃത്തി അല്ലെങ്കിൽ ശുചിത്വം. വൃത്തിയിൽ ഒന്നാമതായിട്ടുള്ള ഗ്രാമം. അവൽ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനത്തുള്ള ഗാവ് ഗ്രാമം. അവൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്ഥാനത്തുള്ള ഫസ്റ്റ് പൊസിഷനിലുള്ള ഗ്രാമം. ഗാലിബ് കലീം. ഗാലിബ് കലീമാണ് ഈ ലേഖനം എഴുതിയത്. വൃത്തിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രാമം ഏതാണ്? മൗലിനോങ്. മേഘാലയയിലെ മൗലിനോങ് ആണ് വൃത്തിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രാമം. एशिया का सबसे साफ सुथरा गांव मौलिनोंग मेघालय में है. साल 2003 में इस गांव को एशिया के सबसे साफ सुथरे गांव के तौर पर चुना गया. इस गांव की सबसे बड़ी खासियत यह है कि यहाँ की सारी साफ सफाई गांव वाले खुद ही करते हैं. स्वच्छता के लिए यहाँ के लोग किसी तरह से प्रशासन पर निर्भर नहीं हैं. ഏഷ്യ ക സബ്സെ സാഫ് സുത്ര ഗാവ്. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള, സാഫ് സുത്ര എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള, സബ്സെ ഏറ്റവും വൃത്തിയുള്ള ഗാവ് ഗ്രാമം മൗലിനോങ്. മൗലിനോങ് ആണ്. മേഘാലയ മേഹ, അതെവിടെയാണ്? മേഘാലയയിലാണ്. മേഘാലയയിലെ മൗലിനോങ് എന്ന ഗ്രാമമാണ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം. साल 2003 में इस गांव को एशिया के सबसे साफ सुथरे गांव के तौर पर चुना गया. साल 2003 में, വർഷം ഏത്? സാൽ എന്ന് പറഞ്ഞാൽ വർഷം, ഇയർ. 2003 2003 ഇസ് ഗാവ് കോ, ഈ ഗ്രാമത്തെ, ഏഷ്യക്ക് ഏഷ്യയിലെ സബ്സെ സാഫ് സുത്തരെ ഏറ്റവും വൃത്തിയുള്ള ഗാവ് കെ തോർ പർ. ഗാവ് കെ തോർ പർ എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്ന രീതിയിൽ ചുനാഗയ തിരഞ്ഞെടുത്തു. ചുനാഗയ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തു. ഇസ് ഗാവ് കി സബ്സെ ബഡി ഖാസിയത്ത് യഹ് ഹെ. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ ഖാസിയത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകത. യഹ് ഹെ ഇതാണ്. കി എന്തെന്നാൽ യഹാ കി സാരി സാഫ് സഫായി, ഇവിടുത്തെ എല്ലാ ശുചിത്വവും വൃത്തിയാക്കുന്ന കാര്യവും ഗാവ് വാലെ ഖുദ് ഹി കർത്തേ ഹെ, ഗ്രാമവാസികൾ സ്വയം തന്നെയാണ് ചെയ്യുന്നത്. ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം, ഗാവ് വാലെ ഗ്രാമവാസികൾ. അപ്പോൾ ഇവിടുത്തെ എല്ലാ ശുചിത്വത്തിൻ്റെ ജോലികളും എല്ലാം ഗ്രാമവാസികൾ സ്വയം തന്നെയാണ് ചെയ്യുന്നത്. സ്വച്ഛതാ കെ ലിയെ യഹാ കെ ലോഗ് കിസി തരഹ സെ പ്രശാസൻ പർ നിർഭർ നഹി ഹെ. സ്വച്ഛതാ കെ ലിയെ, ശുചിത്വത്തിന് വേണ്ടിയിട്ട്, യഹാ കെ ലോഗ് ഇവിടുത്തെ ആളുകൾ, കിസി തരഹസെ ഒരു തരത്തിലും, അതായത് ഒരു തരത്തിലും, പ്രശാസൻ പർ ഭരണകൂടത്തെ, നിർഭർ നഹി ഭരണകൂടത്തെ ആശ്രയിക്കുന്നില്ല. നിർഭർ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ്. അവർ ഈ പ്രശാസൻ, അതായത് ഭരണകൂടത്തിൽ ഡിപ്പെൻഡൻ്റ് അല്ല, ഭരണകൂടത്തെ ആശ്രയിക്കുന്നില്ല. അവർ സ്വയം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ശുചിത്വം. അവർ സ്വയം തന്നെ വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ലിന്നോങ് എഴുതിയിരിക്കുന്നു. സാഫ് സുത്ര ഗാവ്, വൃത്തിയുള്ള ഗ്രാമം. കച്ചറ അന്ന ഫേങ്കെ. കച്ചറ അന്ന ഫേങ്കെ എന്ന് പറഞ്ഞാൽ, കച്ചറ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് എറിയരുത്. ഫേക്ന എറിയുക, വേസ്റ്റ് എറിയരുത്. കാ ഇസ്തമാൽ കര, അതായത് ഈ ഇവിടെ കൂട എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഇടാനുള്ളൊരു ബാസ്ക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് ഇസ്തമാൽ കരയത് യൂസ് ചെയ്യണം എന്നാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. യഹാ ഗാവ് വാലോ കി കോൺ സി മനോദശ പ്രകട ഹോത്തി ഹെ. ഇവിടെ ഗ്രാമവാസികളുടെ എന്ത് മനോദശ എന്ന് പറഞ്ഞാൽ മാനസികാവസ്ഥ, അവരുടെ എന്ത് മനോദശയാണ് ഇവിടെ പ്രകടമാകുന്നത്? അപ്പോൾ ഈ പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? യഹാ ഗാവ് വാലോ കി സ്വച്ഛതാ കെ പ്രതി ജാഗരൂകത പ്രകട ഹോത്തി ഹെ. അപ്പോൾ ഇവിടെ ഗ്രാമവാസികളുടെ വൃത്തിയുടെ കാര്യത്തിലുള്ള ആ ജാഗരൂകത എന്ന് പറഞ്ഞാൽ അവരുടെ അവെയർനെസ്, അതാണ് ഇവിടെ വ്യക്തമാകുന്നത്. വേ ഖുദ് ഹി സഫായി കർത്തേ ഹെ, അവർ സ്വയം തന്നെ വൃത്തിയാക്കുന്നു. ഓർ പ്ലാസ്റ്റിക് ഉപയോഗ നഹി കർത്തേ, അവർ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ല. ഗ്രാമം സ്വയം തന്നെ വൃത്തിയാക്കുന്നു. വേ ഏക്ജുട്ട് ഹോക്കർ അപ്നെ ഗാവ് കോ സാഫ് ഓർ സ്വസ്ഥ രഖ്തേ ഹെ. അവർ ഏക്ജുട്ട് ഹോക്കർ, അതായത് ഒരുമിച്ച് നിന്നുകൊണ്ട്, അവർ ഏകതയോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് അപ്നെ ഗാവ് കോ, തങ്ങളുടെ ഗ്രാമത്തെ, സാഫ് ഓർ സ്വസ്ഥ രഖ്തേ ഹെ,
വൃത്തിയായും സ്വസ്ഥ അതായത് ആരോഗ്യത്തോടു കൂടെയും അവർ വയ്ക്കുന്നു. ഗ്രാമത്തെ വൃത്തിയായി അവർ വയ്ക്കുന്നു. इस छोटे से गांव में प्लास्टिक पूरी तरह से प्रतिबंधित है. ഈ ചെറിയ ഗ്രാമത്തിൽ ഈസ് ചോട്ടേസെ ഗാവ്മേ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂരി തരസെ പൂർണ്ണമായും പ്രതിബന്ധിത ഹെ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുകയാണ്. പൂരേ ഗാവ് മേ ജഗ ജഗ ബാസ് സെ ബനെ ഹുവേ ഡസ്റ്റ്ബിൻ ലഗായേ ഗയേ ഹെ. പൂരേ ഗാവ് മേ ഗ്രാമം മുഴുവനും ജഗ ജഗ ഓരോരോ സ്ഥലത്തും ബാസ് സെ ബനെ ഹുവേ അതായത് മുള കൊണ്ടുണ്ടാക്കിയ, ബാസ് എന്ന് പറഞ്ഞാൽ മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിൻ കണ്ടില്ലേ. ഈ ഡസ്റ്റ്ബിന് ഓരോരോ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. ഈ ഗ്രാമത്തിൽ ഓരോരോ സ്ഥലത്തും ഇങ്ങനെ മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. महिला पुरुष और बच्चों समेत किसी भी गाँव वाले को अगर कहीं गंदगी नज़र आती है तो वे फ़ौरन सफाई में लग जाते हैं. മഹിള സ്ത്രീകളാവട്ടെ പുരുഷ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ അല്ലെങ്കിൽ കുട്ടികൾ, ബച്ചോം കുട്ടികൾ, സമേത് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടെ, സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ ഉൾപ്പെടെ കിസി ബി ഗാവ് വാലേക്കോ ഏതെങ്കിലും ഒരു ഗ്രാമവാസികൾക്ക് അഗർ കഹി ഗന്ദഗി നസർ ആത്തി ഹേത്തോ അഥവാ എവിടെയെങ്കിലും ഗന്ദഗി എന്ന് പറഞ്ഞാൽ അഴുക്കായി കിടക്കുന്നത് കാണുകയാണെങ്കിൽ, അവർ വൃത്തികേടായി കിടക്കുന്നത് അല്ലെങ്കിൽ അഴുക്കായി കിടക്കുന്നത് കാണുകയാണെങ്കിൽ തോ വേ ഫോറൻ സഫായി മേ ലഗ് ജാത്തെ ഹെ. അങ്ങനെയാണെങ്കിൽ വേ എന്ന് പറഞ്ഞാൽ അവർ ഫോറൻ പെട്ടെന്ന് സഫായി മേ ലഗ് ജാത്തെ ഹെ അവർ വൃത്തിയാക്കാനായിട്ട് തുടങ്ങുന്നു. सफाई के प्रति उनकी जागरूकता का अंदाज़ा तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नज़र आए तो वे पहले कचरे को डस्टबिन में डालते हैं. സഫായിക്ക് പ്രതി വൃത്തിയുടെ കാര്യത്തിൽ ഉൻകി ജാഗരൂകത അവരുടെ ആ ഗ്രാമവാസികളുടെ ജാഗരൂകത എന്ന് പറഞ്ഞാൽ അവരുടെ ആ അവയർനെസ്, അതിനോടുള്ള ആ ശ്രദ്ധ, അതിനോടുള്ള ആ അവയർനെസ്, ജാഗരൂകത ക അന്താസ തും ഇസ് ബാത് സെ ലഗാ സക്തെ ഹോ. അന്താസ ലഗാന എന്ന് പറഞ്ഞാൽ എന്താണ്? ഊഹിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഊഹിക്കാൻ കഴിയും? തും ഇസ് ബാത് സെ ലഗാ സക്തെ ഹോ, ഈ കാര്യത്തിൽ നിങ്ങൾക്കിത് ഊഹിച്ചെടുക്കാൻ കഴിയും. കി അഗർ സഡക് പർ ചലത്തെ ഹുവേ റോഡിലൂടെ നടക്കുകയാണെങ്കിൽ ഉനെ കഹി ബി കച്ചറ നസർ ആയെ അവർക്ക് എവിടെയെങ്കിലും ഒരു കച്ചറ, ഒരു വേസ്റ്റ് അവരുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ, നസറായ അവർ കാണുകയാണെങ്കിൽ തോ വേ പെഹലെ അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം, പെഹലെ എന്ന് പറഞ്ഞാൽ ആദ്യം, കച്ചറയ്ക്കോ ഡസ്റ്റ്ബിൻ മേ ഡാൽത്തെ ഹെ വേസ്റ്റ് എടുത്തിട്ട് ഡസ്റ്റ്ബിന്നിലേക്ക് ഇടുന്നു. ഫിർ ആകെ ബഡ്ത്തെ ഹെ എന്നിട്ടാണ് മുന്നോട്ട് പോകുന്നു. ഫിർ എന്ന് പറഞ്ഞാൽ പിന്നീട്, ആകെ ബഡ്ന മുന്നോട്ട് പോവുക. यहाँ लोग अपने घर से निकलने वाले कूड़े कचरे को भी डस्टबिन में ജമാ करते हैं. ഇവിടുത്തെ ആളുകൾ യഹാ ലോഗ് അപ്നെ ഘർ സെ തങ്ങളുടെ വീട്ടിൽ നിന്ന് നിക്കൽനെ വാലെ അതായത് വീട്ടിൽ നിന്ന് ഉണ്ടാവുന്ന ആ കൂടെ കച്ചരേബി എന്ന് പറഞ്ഞാൽ വേസ്റ്റുകൾ, വീട്ടിൽ നിന്ന് ഉണ്ടാവുന്ന വേസ്റ്റുകളും ഡസ്റ്റ്ബിൻ മേ ജമാ करते हैं ഡസ്റ്റ്ബിനിലാണ് അവർ ജമാ കർണ എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, ഡസ്റ്റ്ബിനിലേക്കാണ് അവർ കൊണ്ടുവന്ന് ഇടുന്നത്. और फिर उसे एक जगह इकट्ठा कर खेती के लिए खाद की तरह इस्तेमाल करते हैं. പിന്നീട് അവരെന്താണ് ചെയ്യുന്നത്? ഫിർ ഉസെ ഏക് ജഗ ഇക്കട്ടാ കർ, ഒരു സ്ഥലത്ത് ഇക്കട്ടാ കറക്കെ അതായത് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട്, ഇക്കട്ടാ കർണ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി വയ്ക്കുക, ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് ഖേത്തി കേലിയെ അതായത് കൃഷിക്കായിട്ട്, ഖേത്തി എന്ന് പറഞ്ഞാൽ കൃഷി ആവശ്യത്തിനായിട്ട്, ഖാദ് എന്ന് പറഞ്ഞാൽ വളമായിട്ട്, ഇസ്തമാൽ കർത്തെ ഹെ ഉപയോഗിക്കുന്നു, ഇസ്തമാൽ കർണ ഉപയോഗിക്കുക. അപ്പോൾ വളമായിട്ട് അവരിത് ഉപയോഗിക്കുന്നു, ഒരു സ്ഥലത്ത് ശേഖരിച്ച് വെച്ചിട്ട് വളമായിട്ട് ഉപയോഗിക്കുന്നു. ऐसा कहा जाता है कि 130 साल पहले इस गांव को हैजे की बीमारी ने बुरी तरह से जकड़ लिया था. ऐसा कहा जाता है ഇങ്ങനെ പറയപ്പെടുന്നു. കി എന്തെന്നാൽ 130 സാൽ പെഹലെ 130 വർഷങ്ങൾക്ക് മുമ്പ് ഇസ് ഗാവ്കോ ഈ ഗ്രാമത്തെ ഹേജേക്കി ബീമാരി എന്ന് പറഞ്ഞാൽ കോളറ അസുഖം, ബീമാരി അസുഖം, ബുരി തരസെ ജക്കഡിലെ അത് മോശമായ രീതിയിൽ അങ്ങ് പിടിപെട്ടിരുന്നു. അവർക്ക് കോളറ അസുഖം മോശമായ രീതിയിൽ പിടിപെട്ടിരുന്നു. ജക്കഡ്ലേന എന്ന് പറഞ്ഞാൽ കസ്കർ ബാന്തിന് അതായത് മുറുകെ പിടിക്കുക, അതായത് പിടിപെട്ടിരുന്നു. അവർ നന്നായിട്ട് ആ ഏരിയയിലെല്ലാം
ഈ കൊളറ അസുഖമായിരുന്നു. മെഡിക്കൽ സുവിധ ന ഹോനെ കി വജഹ സെ ഇസ് ബീമാരി സെ ചുട്കാര പാനെ കാ ഏകമാത്ര ഉപായ था സഫായി കർണ. മെഡിക്കൽ സുവിധ ന ഹോനെ കി വജഹ സെ, അവിടെ മെഡിക്കൽ സുവിധ അതായത് മെഡിക്കൽ സൗകര്യം ഉണ്ടായിരുന്നില്ല. ന ഹോനെ കി വജഹ സെ ഇല്ലാത്തത് കാരണം, വജഹ സെ എന്ന് പറഞ്ഞാൽ കാരണം, ഇസ് ബീമാരി സെ ചുട്കാര പാനേക്ക ഈ അസുഖത്തിൽ നിന്ന് ചുട്കാര പാന അതിൽ നിന്ന് മുക്തരാകാൻ വേണ്ടിയിട്ട് ഏക് മാത്ര ഉപായത ഒരേ ഒരു ഉപായം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സഫായി കർണ വൃത്തിയാക്കുക, ഈ ഒരു ഉപായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഹോസ്പിറ്റലൊന്നും ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ സുവിധ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സൗകര്യങ്ങൾ, ഹോസ്പിറ്റലൊന്നും ഉണ്ടായിരുന്നില്ല. വജഹ സെ എന്ന് പറഞ്ഞാൽ ആ കാരണം കൊണ്ട്, ഇസ് ബീമാരി സെ ചുട്കാര പാനേക്ക ഈ അസുഖത്തിൽ നിന്ന് ചുട്കാര പാന എന്ന് പറഞ്ഞാൽ മുക്തരാകാൻ വേണ്ടിയിട്ട് ഒരു ഉപായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സഫായി കർണ വൃത്തിയാക്കുക. गाँव के लोगों का मानना है कि हमारे पूर्वजों ने कहा था कि तुम सफाई के ज़रिए ही खुद को बचा सकते हो. അപ്പോൾ ഗ്രാമവാസികളുടെ ഗ്രാമവാസികളുടെ മാന്ന ഹേക്കി അവരുടെ വിശ്വാസം, അവരിങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്തെന്നാൽ ഹമാരെ പൂർവജോനെ കഹാത്ത ഞങ്ങളുടെ പൂർവികന്മാർ പറഞ്ഞിരുന്നു, കി തും സഫായി കെ സരിയെ ഹി എന്തെന്നാൽ നിങ്ങൾ വൃത്തിയിലൂടെ മാത്രം, സരിയ എന്ന് പറഞ്ഞാൽ വൃത്തിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഖുദ് കോ ബച്ചാ സക്തേ നിങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. വൃത്തിയിലൂടെ മാത്രമേ അത് നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. ബച്ചാന എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക, ഖുദ് സ്വയം. फिर चाहे वह खाना हो, घर हो, ज़मीन हो, गाँव हो या फिर अपना शरीर ही क्यों ना हो, सफाई ज़रूरी है. फिर चाहे वह खाना हो അത് ഭക്ഷണമായിക്കോട്ടെ, ഘർ ഹോ വീടായിക്കോട്ടെ, ജമീൻ ഹോ നിലമായിക്കോട്ടെ, ഗാവ് ഹോ ഗ്രാമമായിക്കോട്ടെ, യാ ഫിർ അപ്ന ശരീർ ഹി ക്യോ ന ഹോ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ശരീരം തന്നെ ആയിക്കോട്ടെ, സഫായി ജറൂരി ഹെ വൃത്തിയാക്കുന്നത് നിർബന്ധമാണ്. जीवन में निरोग रहने के लिए सफाई के अलावा क्या क्या उपाय हैं. जीवन में निरोग रहने के लिए, നിരോഗ് എന്ന് പറഞ്ഞാൽ ആരോഗ്യവാന്മാരായിട്ട്, ജീവിതത്തിൽ ആരോഗ്യവാന്മാരായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഫായിക്ക് അലാവ വൃത്തി കൂടാതെ ക്യാ ക്യാ ഉപായ വേറെ എന്തൊക്കെ ഉപായങ്ങളാണുള്ളത്, വേറെ എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്. जीवन में निरोग रहने के लिए सफाई के अलावा नियमित വ്യായാമം കർണ അതായത് ജീവിതത്തിൽ ആരോഗ്യവാന്മാരായിരിക്കാൻ വേണ്ടിയിട്ട് സഫായി കൂടാതെ അതായത് വൃത്തി കൂടാതെ നിയമിത് വ്യായാമം കർണ ചിട്ടയായ വ്യായാമം ആവശ്യമാണ്, അത് ചെയ്യണം. സന്തുലിത് और पौष्टिक भोजन खाना, സന്തുലിത് और पौष्टिक खाना അതായത് സമീകൃതവും പോഷകസമൃദ്ധവുമായ ആഹാരം കഴിക്കണം. और പര്യാപ്ത നീന്ത് ലേന മഹത്വപൂർണ്ണ ഹെ അതുകൂടാതെ മതിയായ ആവശ്യമായ രീതിയിൽ ഉറക്കവും നിർബന്ധമാണ്. ഈ സബി ഉപായ് സ്വസ്ഥ ജീവൻ കെ ലിയെ ആവശ്യക് ഹെ ഈ ഉപായങ്ങളെല്ലാം സ്വസ്ഥമായ അതായത് ആരോഗ്യമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. മാൻ ലേ മൗലിനോങ് ഗാവ് പര്യടക് ആത്തെ ഹെ അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കുക, മൗലിനോങ് ഗ്രാമത്തിൽ വിനോദസഞ്ചാരികൾ വരുന്നു, അവിടെ വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ വിനോദസഞ്ചാരികൾ വരുന്നു. വഹാ സൂചനാപട്ട് അവിടെ സൂചനാപട്ട് അതായത് വിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ബോർഡുണ്ട്. വ കേസാ ഹോക അത് എങ്ങനെയായിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് എങ്ങനെ എഴുതാം. മൗലിനോങ് ഏഷ്യ കാ സബ്സെ സാഫ് സുഥര ഗാവ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം. ധ്യാൻ ദേ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം. यहाँ लोग अपने घर से निकलने वाले कूड़े कचरे को भी डस्टबिन में जमा करते हैं और फिर उसे खेती के लिए खाद की तरह इस्तेमाल करते हैं. प्लास्टिक पूरी तरह से प्रतिबंधित है. അപ്പോൾ അവിടെ എങ്ങനെ എഴുതാം. യഹാ ലോഗ് അപ്നെ ഘർ സെ നിക്കൽനെ വാലെ ഇവിടെ ആളുകൾ തങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന കൂടെ കച്ചറേക്കോ ബി വേസ്റ്റുകളും ഡസ്റ്റ്ബിന്മേ ജമാ കർത്തേ ഹെ ഡസ്റ്റ്ബിന്നിൽ ശേഖരിക്കുന്നു. और फिर उसे खेती के लिए खाद की तरह इस्तेमाल करते हैं അത് പിന്നീട് खेती के लिए കൃഷി ആവശ്യത്തിനായിട്ട് ഖാദ് की तरह വളമായിട്ട് ഉപയോഗിക്കുന്നു. ഇസ്തമാൽ കർത്തേ ഹെ ഉപയോഗിക്കുന്നു. പ്ലാസ്റ്റിക് പൂരി तरह से प्रतिबंधित है പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു എന്നെഴുതാം.
പുനർചക്രൻ സെ പ്രകൃതി കാ ബോജ് കം ഹോ ജാത്ത ഹെ. പുനർചക്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റീസൈക്ലിംഗ്. റീസൈക്ലിംഗ് കൊണ്ട് പ്രകൃതി കാ ബോജ്, പ്രകൃതിയുടെ ആ ഭാരം കം ഹോ ജാത്ത ഹെ, അത് ഇല്ലാതാകുന്നു. ചർച്ച കരയ്ക്ക് പുനർചക്രൻ കി സൂചി തയ്യാർ കരെ. ചർച്ച ചെയ്തുകൊണ്ട് പുനർചക്രൻ കി, റീസൈക്ലിങ്ങിൻ്റെ ഒരു പട്ടിക തയ്യാറാക്കണം. ഫോർ എക്സാമ്പിൾ, ഇവിടെ കൂടെ കച്ചറോസെ, അതായത് വേസ്റ്റ് കൊണ്ട് എന്താണ് ഉണ്ടാക്കുന്നത്? ഖാദ്, വളം ഉണ്ടാക്കുന്നു. ഇസ്തമാൽ കിയേ ഗയെ പ്ലാസ്റ്റിക് സെ, ഉപയോഗിച്ച പ്ലാസ്റ്റിക് കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അത് നിങ്ങൾ എഴുതണം. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ചെയ്യുന്നു അല്ലേ? റീസൈക്ലിംഗ് ചെയ്തിട്ട് വേറെയും പല സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ചെടികൾ, മണ്ണ് നിറച്ചിട്ട് ചെടികൾ നടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഉരുക്കിയിട്ട് വേറെ പല സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എഴുതുക. അടുത്തത് സാർത്ഥക് വാക്യ ബനായിയെ. സാർത്ഥക് എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥവത്തായ, അർത്ഥമുള്ള വാക്യം ഉണ്ടാക്കണം, സെൻറ്റൻസ് ഉണ്ടാക്കണം. ഇവിടെ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? സാഫ് സഫായി ഹമാരാ ദായിത്വ ഹെ, ഒരുമിച്ച് എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? സാഫ് സഫായി ഹമാരാ ദായിത്വ ഹെ. സാഫ് സഫായി, വൃത്തിയാക്കുന്നത് നമ്മുടെ ദായിത്വ ഹെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാധ്യതയാണ്. സ്വച്ഛ് നഹി രഹേങ്കെ തോ സ്വസ്ഥ നഹി ഹോങ്കെ. സ്വച്ഛ് നഹി രഹേങ്കെ തോ സ്വസ്ഥ നഹി ഹോങ്കെ, അതായത് വൃത്തിയായിരുന്നില്ലെങ്കിൽ നമ്മൾ ആരോഗ്യവാന്മാരായി ഇരിക്കില്ല. സ്വച്ഛ്, വൃത്തിയായി, ശുചിത്വമായിരുന്നില്ലെങ്കിൽ നമ്മൾ സ്വസ്ഥ, അതായത് ഹെൽത്തി ആയിട്ട് ഇരിക്കില്ല. അടുത്തതോ തൻ ഹോ യാ മൻ സഫായി സറൂറി ഹെ. തൻ ഹോ യാ മൻ സഫായി സറൂറി ഹെ. തൻ, ശരീരമാകട്ടെ, യാ മൻ, മനസ്സാകട്ടെ, സഫായി സറൂറി ഹെ, വൃത്തി നിർബന്ധമാണ്. ശരീരമായാലും മനസ്സായാലും വൃത്തി നിർബന്ധമാണ്. അടുത്തത് നാരാ ഗീത് കോ ആകെ ബഢായെ. നാര എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം. നാരാ ഗീത് കോ ആകെ ബഢായെ. നാര മുദ്രാവാക്യം, ഗീത് എന്ന് പറഞ്ഞാൽ പാട്ട്. സ്വച്ഛ് രഹോ തും സ്വസ്ഥ ബനോ, പ്രകൃതി കോ തും അപ്നാലോ, ഹരിയാലി കാ ഗീത് രചോ തും ശുദ്ധ ഹവാ കോ അപ്നാലോ. സ്വച്ഛ് രഹോ തും സ്വസ്ഥ ബനോ, വൃത്തിയായി നിങ്ങൾ ഇരിക്കൂ. സ്വസ്ഥ ബനോ, ഹെൽത്തി ആവോ. പ്രകൃതി കോ തും അപ്നാലോ, പ്രകൃതിയെ നിങ്ങൾ സ്വന്തമാക്കൂ. ഹരിയാലി കാ ഗീത് രചോ തും, ഹരിയാലി അതായത് പച്ചപ്പ്, പച്ചപ്പിൻ്റെ പാട്ട് നിങ്ങൾ എഴുതൂ. അതായത് ചെടികളൊക്കെ നട്ടു വളർത്തിയിട്ട് പച്ചപ്പ് നിറഞ്ഞതാക്കണം. ശുദ്ധ ഹവാക്കോ അപ്നാലോ, ശുദ്ധമായ കാറ്റിനെ സ്വായത്തമാക്കൂ. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. അപ്പോൾ ഇതിൻ്റെ മുന്നോട്ട് നമുക്ക് എങ്ങനെ എഴുതാം? നദീ ജീലിക്കോ സ്വച്ഛ് രഖോ തും. നദീ ജീലിക്കോ, നദിയും തടാകവും ഒക്കെ നിങ്ങൾ വൃത്തിയായി വയ്ക്കൂ. ജംഗ്ലോങ്കോ ഹരാഭര കരോ, കാടിനെ പച്ചപ്പുള്ളതാക്കി മാറ്റൂ. പ്ലാസ്റ്റിക്കോ തും നാ കഹോ, പ്ലാസ്റ്റിക്കിനെ നിങ്ങൾ നോ പറയണം, പ്ലാസ്റ്റിക്കിന് നോ പറയണം. പര്യാവരണക്ക് രക്ഷാകരോ, പരിസ്ഥിതിയെ നിങ്ങൾ രക്ഷിക്കണം. അടുത്തത് സന്ദേശ് വാക്യ ജോഡ്കർ പരിസ്ഥിതി സംരക്ഷൺ പർ പോസ്റ്റർ യാ ഡിജിറ്റൽ പോസ്റ്റർ ബനായെ. സന്ദേശ് വാക്യം, അതായത് ഒരു സന്ദേശവാക്യം ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ മേലെ ഒരു പോസ്റ്റർ തയ്യാറാക്കണം, അല്ലെങ്കിൽ ഡിജിറ്റൽ പോസ്റ്റർ തയ്യാറാക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ പോസ്റ്റർ തയ്യാറാക്കാം. പേഡ് ലഗാവോ ധർത്തി ബച്ചാവോ എന്ന് എഴുതാം. അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പോസ്റ്റർ നിങ്ങൾ വരച്ച് തയ്യാറാക്കുക. അടുത്തത് നമുക്ക് ലേഖകനെ പരിചയപ്പെടാം. ഗാലിബ് കലീം. ഗാലിബ് കലീം കാ ജന്മ ബീഹാർ മേ ഹുവ. ഗാലിബ് കലീം ജനിച്ചത് എവിടെയാണ്? ബീഹാറിലാണ്. ഉനെ ഘൂംനെ ഫിർനെ കാ ഷോക്ക് ബച്പൻ സേ ഹി താ. അപ്പോൾ അദ്ദേഹത്തിന് കറങ്ങാനൊക്കെ ഉള്ള ഭയങ്കര ഷോക്ക്, അതായത് ആ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു, കുട്ടിക്കാലത്ത് തന്നെ അത് ഉണ്ടായിരുന്നു. ഉൻകാ മാനന ഹേ കി ജോ ചീസെ ഹം കിതാബോं में पढ़ते हैं घूमने के दौरान अपनी आँखों के सामने उन्हें देखना एक अलग अनुभव होता है. ഉൻകാ മാനന ഹെ, അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്തായിരുന്നു? ജോ ചീസെ ഹം കിതാബോं में पढ़ते हैं, നമ്മൾ പുസ്തകത്തിൽ എന്താണോ പഠിക്കുന്നത്, ഘൂംനെ കെ ദൗരാൻ, കറങ്ങുന്നതിലൂടെ, ചുറ്റിക്കറങ്ങുന്നതിലൂടെ, അപ്നി ആഖോं കെ സാമനെ, നമ്മുടെ കൺമുന്നിൽ, ഉനെ ദേഖ്ന, അത് കാണുന്നത്, ഏക് അലഗ് അനുഭവം ഹോത്താ ഹെ, ഒരു വ്യത്യസ്തമായ അനുഭവമാണ്.
वे सिर्फ खूबसूरत नज़ारे ही नहीं देखते बल्कि वहाँ के लोग उनकी कला, संस्कृति और खान पान को भी नज़दीक से देखते और समझते हैं. वे സിർഫ് ഖൂബ്സൂരത് നസാരെ ഹി നഹി ദേഖ്തെ. അദ്ദേഹം ഖൂബ്സൂരത് നസാര എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ അത് മാത്രമല്ല നോക്കുന്നത്, ബൽക്കി അത് കൂടാതെ വഹാക്കെ ലോഗ് അവിടുത്തെ ആളുകളെ, ഉൻകി കല അവരുടെ കലകൾ, സംസ്കൃതി അവരുടെ കൾച്ചർ അതൊക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നു. ഓർ ഖാൻ പാൻ അവരുടെ ഭക്ഷണ രീതികൾ, കോബി നസ്ദീക് സെ ദേഖ്തെ അതും അടുത്ത് നിന്നറിയുന്നു. അദ്ദേഹം എല്ലാം അവരുടെ കൾച്ചർ, അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ കല എല്ലാം അദ്ദേഹം മനസ്സിലാക്കുന്നു. और समझते हैं മനസ്സിലാക്കുന്നു. उनकी रचनाएं अक्सर बाल पत्रिकाओं में प्रकाशित होती है. ഉൻകി രചനായെ അദ്ദേഹത്തിൻ്റെ രചനകൾ അക്സർ പലപ്പോഴും ബാൽ പത്രികാവോമേ അതായത് കുട്ടികളുടെ ബാലമാസികകളിൽ പ്രകാശിത് ഹോത്തി ഹെ എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 6/6/1984 അതായത് 6/6/1984 അദ്ദേഹം ജനിച്ചത്.